വചനമൊഴി ഒക്ടോബർ 2. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 12:6-11, മത്തായിയുടെ സുവിശേഷം 18:10-14. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. കാരണം സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് വഴിതെറ്റിപ്പോയതിനെ അവൻ അന്വേഷിച്ച് പോകുകയില്ലേ? അതിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ച് എന്നതിനേക്കാൾ അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുക എന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ ഹിതമല്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസമാണ്. ദൈവോന്മുഖമായി നമ്മെ നയിക്കുവാൻ, ദൈവഹിതത്തോട് നമ്മെ ചേർത്ത് നിർത്തുവാൻ സഹായിക്കുന്നതിന് ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ നയിക്കും എന്നതാണ് സഭയുടെ വിശ്വാസം. ദൈവദൂതന്മാരുടെ സ്വരത്തിന് ചെവി കൊടുത്ത് കർത്താവിന്റെ പാതയിൽ സഞ്ചരിക്കുക. മനസാക്ഷിയുടെ സ്വരമായി ദൈവവചനത്തിലൂടെ ദൂതന്മാർ അനുദിനം നമ്മെ നയിക്കുന്നു. ഓരോ വ്യക്തിയെയും നയിക്കുവാൻ കാവൽ മാലാഖമാരുണ്ട്. ആ മാലാഖമാരുടെ മധ്യസ്ഥം യാചിച്ച് മാലാഖമാരുടെ മാർഗദർശനത്തിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഈശോ തന്നെ പറയുന്നതോ, ഈ ചെറിയവരിൽ ഒരുവിനെ പോലും നിന്ദിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്ന് ഈശോ പറയുന്നതും അവരുടെയും ദൂതന്മാർ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടിയുണ്ട് എന്നുള്ള. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ദൂതനുണ്ട്. ആ ദൂതനെ ശ്രവിച്ച് അനുദിന ജീവിതത്തിൽ ഈശോയോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നഷ്ടപ്പെട്ടു പോകുന്ന ആടുകളാകാതെ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.